പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ യഹോവയോടുള്ള തീഷ്ണതയാൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രവാചകനായ ഏലിയായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ. പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവിൻ്റെ രൂപാന്തരീകരണ മലയിലാണ് ഈശോയോടൊപ്പം ഇങ്ങനെ കർത്താവ് രൂപാന്തരപ്പെടുമ്പോൾ ഏലിയ പ്രവാചകനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് മരണമുണ്ടായില്ല എന്നുള്ളതാണ് ശരിക്കും വചനം നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം. ഏലീഷ ഇങ്ങനെ നിലവിളിച്ച് പറയുന്നുണ്ട്, എന്നെ വിട്ടിട്ട് പോവരുത് എന്നൊക്കെ. ആ സമയത്ത് തൻ്റെ മേലങ്കി ഏലീഷായുടെ മേൽ വീണ തൻ്റെ ശിഷ്യൻ്റെ മേൽ വീണാൽ അവൻ ആഗ്രഹിക്കുന്ന വരം കിട്ടും, എന്ത് വേണമെന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ വരം കൊടുത്ത ആകാശങ്ങളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഏലിയ പ്രവാചകനെ നമ്മൾ കാണും. എലീഷ അതിലും അത്ഭുതപ്പെടുത്തുന്നൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. കാരണം അയാൾ കണ്ടിട്ടുള്ളതാണ്, തൻ്റെ ഗുരു എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് അയാൾ കണ്ടിട്ടുള്ളത്, നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. 400 ബാലിൻ്റെ പ്രവാചകന്മാരെ ഒറ്റയ്ക്കെതിർത്ത് നിന്ന് യഹോവയുടെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവരെ മുഴുവനും പരാജയപ്പെടുത്തുകയും വധിച്ചു കളയുകയും ചെയ്തൊരു പ്രവാചകൻ. വേറെ ഇല്ല ഇത്രയും ശക്തനായിട്ടുള്ളൊരു പ്രവാചകൻ പഴയ നിയമത്തിൽ. ആകാശം അടയ്ക്കപ്പെടുന്ന കാലത്ത് ദൈവം ആരുടെ ബലി സ്വീകരിക്കപ്പെടുമെന്നറിയാൻ വേണ്ടിയിട്ട് ചക്രവർത്തിയുടെ 400 പ്രവാചകന്മാർ, ബാലിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന, പൂജ ചെയ്യുന്ന 400 പ്രവാചകന്മാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഇപ്പുറത്ത് ഒറ്റയ്ക്ക് തൻ്റെ കർത്താവിൻ്റെ യഹോവയുടെ മഹത്വം വർണ്ണിക്കാനായിട്ട് നിൽക്കുന്ന ഏലിയായെ നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ ദിവസങ്ങളോളം നീണ്ട പ്രാർത്ഥന നടത്തുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ട് അവിടെ മുഴുവൻ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്ന ഒച്ചപ്പാടൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ ആരുടെയും പ്രാർത്ഥന കേൾക്കാതിരുന്ന സമയത്ത് ഏലിയ ഒരു ബലിപീഠം നിർമ്മിച്ച് വിറകെടുത്ത് അടുക്കി കാളയെ കഷ്ണങ്ങളായി മുറിച്ച് വിറകിൽ വെച്ച് 3-4 പ്രാവശ്യം കുടത്തിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ച് അവസാനം, കാരണം ഇതൊക്കെ ചെയ്തിട്ടും അത് കത്തിപ്പോകുന്ന കാഴ്ച കാണുമ്പോഴാണ് നമുക്കിത് എന്തിനാ ചെയ്തതെന്നൊക്കെ ഓർത്ത്. എല്ലാം ചെയ്തു, വെറുതെ ഒന്നുമല്ല, അതിൻ്റെ മീതെ 3-4 കുടം വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചേക്കാണ്. കർത്താവ് അത്രയും ശക്തനാണ്, യഹോവ അത്രയും പവർഫുള്ളാണെന്ന് അവരെ കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരാളുടെ ആത്മവിശ്വാസം നിറഞ്ഞ ആ യഹോവയെങ്കിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ്റെ ധീരമായ പ്രവൃത്തിയായിരുന്നു. നിമിഷ നേരത്തെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇങ്ങനെ അതിനെ ദഹിപ്പിച്ച് കളയുന്ന കാഴ്ച, ചുറ്റും നിന്നവരെ വെന്തിരിച്ച് കളയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത്രയ്ക്ക് വിശ്വാസം. ആകാശം അടയ്ക്കപ്പെടട്ടെ എന്ന അയാളുടെ വാക്കുകൊണ്ട് ആകാശം അടഞ്ഞു പോകുന്നത്, ഇത്രയും കാലം ഇനി മഴ പെയ്യില്ല എന്ന്, ക്ഷാമം അനുഭവിക്കേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് പ്രവചിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണും. പറഞ്ഞല്ലോ, യഹോവയിൽ ഇത്ര അടിയുറച്ച് വിശ്വസിച്ച് അത്രയും ധൈര്യത്തോടുകൂടെ യഹോവയുടെ തീരുമാനങ്ങൾ ഇസ്രായേൽ ജനത്തെ അറിയിച്ച വേറൊരു പ്രവാചകനെ നമ്മൾ കാണില്ല ഇത്രയും ശക്തനായൊരു പ്രവാചകനായിട്ട്. എന്നിട്ട് ജനം മുഴുവൻ ക്ഷാമത്തിൽ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന നേരത്ത് ഈ പ്രവാചകന് വേണ്ടി കർത്താവ് കാക്കയെ ഒരുക്കും. ഇതൊക്കെയാണ് ഈ മനുഷ്യനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം. കാക്ക ഒരു സാധനം വേറൊരാൾക്കും കൊടുക്കാത്തൊരു ജീവിയാണ്. ആ കാക്കയെ കൊണ്ട് ഈ പ്രവാചകന് ഭക്ഷണം ഒരുക്കുന്ന സ്വർഗത്തിൻ്റെ കരുതൽ നമ്മൾ കാണും. എത്രമാത്രം പ്രിയപ്പെട്ടവനായിരിക്കണം യഹോവയ്ക്ക് ഈ ഒരു പ്രവാചകൻ എന്നുള്ളതിൻ്റെ ഓർമ്മയാണ്, ഒരു വ്യക്തതയാണ് കിട്ടണേ. കാക്കയെ കൊണ്ട് പ്രവാചകൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാരിത്തരുവി വറ്റിക്കഴിഞ്ഞ നേരത്ത് പ്രവാചകൻ സറപ്തായിലേക്ക് കടന്നു പോകുന്നുണ്ട്. സറപ്തായിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു വിധവയെ കാണുന്നു. വിധവയും മകളും അവസാനത്തുള്ള ഭക്ഷണത്തിൽ വിഷം കലക്കി മരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന നേരത്താണ് ഒരു സ്വർഗത്തിൻ്റെ പ്രത്യാശയുമായിട്ടൊരു ദൈവദൂതനെ കണക്ക് ഈ മനുഷ്യൻ കടന്നു ചെല്ലണേ. അവരോട് പറയുന്നുണ്ട്, നിൻ്റെ കലത്തിലെ, കർത്താവ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന കാര്യമാണ്. കർത്താവിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ അയാൾ ആവർത്തിക്കുന്നുണ്ട്. നിൻ്റെ കലത്തിലെ എണ്ണ വറ്റുകയില്ല, മാവ് തീരുകയുമില്ല. പറഞ്ഞതുപോലെ തന്നെ അതിൽ നിന്ന് എല്ലാ ദിവസവും ഒരപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൽ നിന്ന് മാവിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുക.
അവിടെ ഇങ്ങനെ അയാൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കാഴ്ച കാണാം. ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ് എലീശ പ്രവാചകൻ. അതുകൊണ്ടാണ് പുള്ളി ചോദിക്കുന്നത്, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് മതി. പിന്നീട് എലീശയുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, ഏലിയായേക്കാൾ ഇരട്ടിക്കിരട്ടി തീക്ഷ്ണതയോടുകൂടി ഈ മനുഷ്യൻ ഇസ്രായേലിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരാളായിട്ട് ജീവിക്കുന്നത്. എന്നാൽ എലീശായ്ക്ക് പോലും അങ്ങനെ അത്രയും തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച ഒരാൾക്ക് പോലും കിട്ടാതിരുന്ന വലിയൊരു സൗഭാഗ്യം ഏലിയായിൽ നമ്മൾ കാണുന്നത്, ആഗ്നേയാശ്വങ്ങൾ പൂട്ടിയ രഥത്തിൽ ആള് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ചയാണ്. ഇതിലും വലുത് എന്താ വേണ്ടേ? കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിന് വേണ്ടി സംസാരിച്ചു, കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ ജ്വലിച്ചു, കർത്താവിനെ അനുഗ്രഹം നൽകിക്കൊണ്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരാൾ. ആൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കപ്പെടുന്നു. ഒരുക്കപ്പെട്ട സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാനായി ഇങ്ങനെ ആഗ്നേയാശ്വങ്ങൾ പൂട്ടിയ രഥം താഴേക്ക് വരുന്നു. ഇത് വെറുതെ മുത്തശ്ശി കഥയൊന്നും അല്ലാതെ വിശുദ്ധ ഗ്രന്ഥം വിവരിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ്. രണ്ട് പേരെക്കുറിച്ച് ഇങ്ങനെ മരണം കാണാതെ സ്വർഗം പൂകി എന്ന് പഴയ നിയമം പറയുമ്പോൾ അതിനകത്ത് ഒരാൾ ഏലിയായ. കർത്താവെ, ഈ ഒരു വലിയ പ്രവാചകന്റെ തീക്ഷ്ണത ഞങ്ങൾക്ക് തരണമേ. അങ്ങയോടുള്ള തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കാൻ, അങ്ങയിൽ അടിയുറച്ച വിശ്വാസത്തോടെ ജീവിക്കാൻ, എത്ര പേര് എതിരിടാൻ വന്നാലും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി അവരുടെ മുൻപിൽ ധൈര്യപൂർവ്വം നിലകൊള്ളാൻ, അങ്ങയെ പ്രഘോഷിക്കാൻ, അങ്ങയുടെ വചനങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടെ വിളിച്ചു പറയാൻ, അത് നടക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ അത് പ്രവചിക്കാൻ. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കുകയും ഈ സിക്കമൂർ മരത്തോട് ഈ വേരോടെ ഇളകി കടലിൽ ചെന്ന് പതിക്കുകയെന്ന് പറയുകയും ചെയ്താൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. വിശ്വാസം ഉണ്ടായാൽ മതി. കടുകുമണിയോളം വിശ്വാസം. ഇത് കടലോളം വിശ്വാസം എന്ന് പറഞ്ഞൊരു ഒരു വിശുദ്ധ ജന്മത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവെ, ഈ വിശുദ്ധ പ്രവാചകൻ വഴിയായി ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളും വെളിപ്പെടുത്തലുകളും ജീവിക്കാൻ, ഞങ്ങൾക്ക് വെളിപാടുകളും ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ശക്തനായ പ്രവാചകൻ ആരുടെ ആരിന്മേലുള്ള വിശ്വാസത്തിലാണോ ഇത്രയും ദൃഢമായ ജീവിതം ജീവിച്ചത്, കരുത്തുള്ള ആത്മീയ ജീവിതം കെട്ടിപ്പടുത്തത്, മറ്റുള്ളവരുടെ മുൻപിലെ വിശ്വാസദാർഢ്യത്തിൻ്റെ അടയാളമായി നിലകൊണ്ടത്, ആ പ്രവാചകൻ്റെ വലിയ മധ്യസ്ഥ്യം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉപകാരമാവട്ടെ, ബലമായി തീരട്ടെ, വെളിച്ചം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് ഈ പ്രവാചകന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് മതി. എലീശ പ്രവാചകൻ ആഗ്രഹിച്ചതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രി ആ തീക്ഷ്ണത നിറഞ്ഞ ആത്മാവിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ